നമ്മൾ നമ്മുടെ പ്രിയ നടൻ, മലയാളത്തിൻ്റെ സ്വകാര്യ സ്വത്ത് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാൻ കഴിയുന്ന അതുല്യ പ്രതിഭ ശ്രീനിവാസൻ അദ്ദേഹത്തെ ആദരിക്കുകയാണ്, അല്ലെങ്കിൽ അനുസ്മരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി വിശ്രമത്തിൽ കഴിയുകയായിരുന്നു. സിനിമയിൽ നിന്നും പൊതുവേദികളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്, ഓർമ്മയായിരിക്കുകയാണ്. അദ്ദേഹം വിടവാങ്ങിയെങ്കിലും അദ്ദേഹം നമ്മളേവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ, സിനിമകളിലൂടെ എന്നെന്നും നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ല എന്ന് പറയേണ്ടി വരും. നടനായും സംവിധായകനായും തിരക്കഥാകൃത്തുമായി നമ്മളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, വിസ്മയിപ്പിച്ച ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് ശ്രീനിവാസൻ. ഒരു പക്ഷേ നമുക്കേവർക്കും ഒരു പൊതുധാരണയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കണം ഒരു നടൻ, ഒരു സിനിമാ നടൻ എന്നത്. അത് രൂപത്തിലായാലും ഭാവത്തിലായാലും അഭിനയത്തിലായാലും ഒക്കെ ആ പൊതുധാരണയൊക്കെ പൊളിച്ചെഴുതിയ ഒരു നടൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. അതുമാത്രമല്ല, ഈ ആക്ഷേപഹാസ്യത്തിൻ്റെ സകല സാധ്യതകളും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഉടനീളം ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടിരുന്ന ഒരു പക്ഷേ വടക്കു നോക്കി യന്ത്രം, സന്ദേശം, ചിന്താവിഷ്ടിയായ ശ്യാമള, അങ്ങനെ ഒരുപാട് സിനിമകൾ, 200ഓളം കഥാപാത്രങ്ങൾ, അതെല്ലാം തന്നെ നമ്മുടെ മലയാള സിനിമയിലെ മാസ്റ്റർ പീസുകൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്, എത്ര വലിയൊരു തീരാനഷ്ടമാണ്, വിയോഗമാണ് അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതെങ്ങനെയാണ് ശ്രീനിവാസൻ എന്ന നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? അല്ല, ശ്രീനിവാസൻ എങ്ങനെയാണ് മലയാളിയുടെ ജീവിതത്തോടൊപ്പം ചേർന്നു പോകുന്നത് എന്നത് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള, എല്ലാവരുടെ ഓർമ്മയിലുള്ള കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിൽ ഇപ്പോൾ ഒരു തമാശയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവർക്കും അത്രമേൽ അവരുടെ കലാസ്വാദന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. 69-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. കാരണം കുറച്ചുകൂടെ നേരത്തെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തെക്കുടെ സമകാലികരായിട്ടുള്ള പല ആൾക്കാരും ഇപ്പോഴും വളരെ ആരോഗ്യത്തോടെയും സജീവമായും സിനിമാ രംഗത്തുണ്ട്. ശ്രീനിവാസൻ കുറേ കാലം കൂടി മലയാളത്തിലുണ്ടാവുമെന്നും ഈ മാറുന്ന സിനിമാ കാലത്തിനൊപ്പം അദ്ദേഹവും സഞ്ചരിക്കുമായിരിക്കും, പുതിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുമായിരിക്കും വിചാരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഭയങ്കരമായി മോശമാവുകയും തിരിച്ചു വരാൻ കഴിയാതെ അദ്ദേഹം വിടവാങ്ങി പോവുകയും ചെയ്തു. ആ നിലയ്ക്ക് മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടമാണ്. സാധാരണ നിലയ്ക്ക് ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ മരിക്കുന്ന പോലെയല്ല. ശ്രീനിവാസൻ്റെയും കുറച്ചു കാലം കൂടി മലയാള സിനിമയിൽ സേവനം നൽകാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ സംഭാവനകൾ നൽകാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നഷ്ടം നിശ്ചയമായ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുകേഷിനെയും മോഹൻലാലിനെയും ഒക്കെയുള്ള ആൾക്കാർ ഇപ്പോൾ അനുസ്മരിക്കുന്നുണ്ടല്ലേ, അവരെല്ലാവരും വളരെ സജീവമായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അപ്രതീക്ഷിതമെന്ന് വേണേൽ വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു അകാലത്തിലുള്ള നഷ്ടമാണ് ശ്രീനിവാസൻ്റേത്. രണ്ടാമത്തെ, ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ സംവിധായകൻ, അതിനപ്പുറം എഴുത്തുകാരൻ നിലയ്ക്കാണ് അദ്ദേഹം കൂടുതൽ, എനിക്ക് തോന്നുന്നു, പുതിയൊരു കാൽപ്പനികത അല്ലെങ്കിൽ പുതിയൊരു ഭാവുകത്വം മലയാള സിനിമയ്ക്ക് എഴുതി ഉണ്ടാക്കിയ ആളെന്നൊക്കെയാണല്ലോ അദ്ദേഹം മാർക്ക് ചെയ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നു. അഭിനയത്തിലും അദ്ദേഹം ആ നിലയ്ക്ക് പുതിയ വിപ്ലവകരമായ ചില സംഗതികൾ കൊണ്ടുവന്നു. എഴുത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു ഭാവുകത്വ മാറ്റം മലയാളത്തിൽ കൊണ്ടുവന്നു. ഈ അതിഭാവുകത്വം നിറഞ്ഞ സംഗതികളും അല്ലെങ്കിൽ സിനിമയുടെ അതൊക്കെ സിനിമയാണ് നമ്മൾ പറയുന്നല്ലോ, അതൊക്കെ സിനിമാ കഥയിൽ മാത്രം കാണുന്ന ഒന്നാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് നിന്ന് മനുഷ്യരുടെ യഥാർത്ഥമായ ജീവിതത്തെ എടുത്ത് സിനിമയിലേക്ക് വെച്ചു. കാരണം അദ്ദേഹം ഹിറ്റടിക്കുന്നത് അങ്ങനെയാണ്. അന്നത്തെ കാലത്തെ സാമൂഹ്യ സ്ഥിതിയെ ആകമാനം നേരെ സിനിമയിലേക്ക് കൊണ്ടുപോയി. അത് ഭയങ്കരമായിട്ടുള്ള ഹീറോയിക് സംഗതികൾ, അല്ലെങ്കിൽ മാസ് ആക്ഷനുകൾ, സ്റ്റണ്ട് രംഗങ്ങളിൽ പോലും പരമാവധി. നമ്മൾ ഇന്നിപ്പോൾ പ്രകൃതി പടം എന്നൊക്കെ വിളിക്കേ, ഇപ്പോൾ ഈ ഫഹദ് ഫാസിലിൻ്റെ കാലത്തെ പടങ്ങളെയാണ് പ്രകൃതി പടങ്ങൾ എന്ന് വിളിക്കുക, ഉർവശി തിയേറ്റേഴ്സ് ഇവിടെ ഇറക്കുന്നത്. അതിനപ്പുറം പോട്ട് അന്ന് തന്നെ അദ്ദേഹം റിയലിസ്റ്റിക് സിനിമകൾ ഉണ്ടാക്കി. മനുഷ്യൻ എന്തൊക്കെയാണ്, മലയാളി എന്ന് പറയുന്ന മനുഷ്യൻ എന്താണ്, അന്ന് മലയാളി അനുഭവിച്ച തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ, ദാരിദ്ര്യം പോലുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, രാഷ്ട്രീയത്തിൽ പരിധി കവിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മലയാളിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തമാശകൾ, ഇതിനെല്ലാം അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് രാഷ്ട്രീയം സംസാരിച്ചു, സാമൂഹ്യാവസ്ഥകൾ സംസാരിച്ചു, പലതരം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതൊരു ഡോക്യുമെൻ്ററി ആയില്ല, അതൊരു അതിഗൗരവ സിനിമയായിട്ട് മാറിയില്ല, അതെല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സിനിമയായി. അതുവഴി ആ ജീവിതാവസ്ഥകൾ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് കയറി. അപ്പോൾ ഒരു പുതിയ ഭാവുകത്വം കൊണ്ടുവന്നു എന്നതാണ്. രണ്ടാമത്തേത്, ആ ഭാവുകത്വത്തിനകത്തേക്ക് അദ്ദേഹം കൊണ്ടുവന്ന നർമ്മമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് എന്തുകൊണ്ടൊരു ഡോക്യുമെൻ്ററി സിനിമയായി പോയില്ല, അല്ലെങ്കിൽ നമ്മൾ അവാർഡ് സിനിമകളിൽ നിന്ന് പരിഹസിക്കുന്ന സിനിമയായില്ല. ഒരേ സമയം ജീവിതകഥകൾ പറയുമ്പോൾ തന്നെ അതിനേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ പരിഹാസങ്ങൾ, അല്ലെങ്കിൽ ട്രോളുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോടുള്ള പരിഹാസങ്ങൾ, സാമൂഹ്യ സ്ഥിതിയിലെ സംഗതിയിൽ എടുത്തു വയ്ക്കൽ, ഇതിനകത്തെല്ലാം വളരെ ജൈവിക രൂപമുള്ള ഓർഗാനിക് ആയിട്ടുള്ള കോമഡികൾ കൊണ്ടുവന്നു. അപ്പോൾ സിനിമയെ പുതിയൊരു പ്രതലത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിനകത്ത് കോമഡി കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും അത് മാറുക എന്നതിൻ്റെ ഒരു വലിയ ക്ലാസിക്കൽ എക്സാമ്പിളായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒന്ന്. പിന്നെ നിരന്തരമായി അദ്ദേഹം അതിനകത്ത് പരിഷ്കരണങ്ങൾ നടത്തുകയും പുതിയ സംഗതികൾ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പം നോക്കിയപ്പം നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമ അന്നും തമാശയാണ്, ഇന്നും തമാശയാണ്. പക്ഷേ ആ സിനിമ ഇന്നിപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയാൽ ആളുകൾ റീലിട്ട് അതിനകത്തെ പല രംഗങ്ങളും ഓടിക്കും. അന്ന് കണ്ടപ്പോൾ തമാശയായിരുന്നു, ഇന്ന് പക്ഷേ അതിലെ ഗൗരവവും അതിലെ വേദനയും മനസ്സിലാക്കുന്നു. കാരണം മോഹൻലാലും ശ്രീനിവാസനും തൊഴിലില്ലാതെ അലയുന്ന രണ്ട് ചെറുപ്പക്കാരാണ്.
അവർ വേറൊരു പട്ടണത്തിൽ ചെന്ന് വിടുന്നു. അവിടെ അദ്ദേഹം ബാലൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ഇന്നസെൻ്റ് കഥാപാത്രമാണ്. ഇന്നസെൻ്റ് ഒരു ഡ്രൈവറാണ്. ഇന്നസെൻ്റിൻ്റെ കയ്യിൽ മാത്രമേ കുറച്ച് പൈസയുള്ളൂ. അപ്പോൾ ഇന്നസെൻ്റ് ഇവർക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോകാൻ നിൽക്കവേ പുറകിൽ പോയി മോഹൻലാൽ തടഞ്ഞു നിർത്തും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറോട് ചേർന്ന് നിർത്തിയിട്ട് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ എന്ന് വെച്ചാൽ ഒരു ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനും അപ്പർ ക്ലാസ്സുകാരനായ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഈ ഉപരിബോധവും അങ്ങോട്ട് തകർന്നു വീണിട്ട് അദ്ദേഹം പോയിട്ട് യാചിക്കുകയാണ്, എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി, ഉടുക്കാനും മാറാനും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നസെൻ്റ് കളിയാക്കുകയാണ്, വെറുതെ ഒരു വയറും വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുകയാണല്ലോ, ഒന്നും കയ്യിലില്ല എന്ന്. ആ പരിഹാസത്തിന് അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് മറുപടി ഒന്നും കയ്യിലില്ല, സമ്പൂർണ്ണമായും തോറ്റ ഒരു മനുഷ്യനാണ്. അതിങ്ങനെ വിരലുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാള്യതയും സങ്കടവും രോഷവും ഒക്കെ മോഹൻലാൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. 26 വയസ്സേ ഉള്ളൂ ആ സിനിമ അഭിനയിക്കും മോഹൻലാലിന്. 29-30 ഉള്ളൂ ശ്രീനിവാസൻ എന്ന് ഓർക്കണം. അന്ന് അത് കാണുമ്പോൾ ഈ ഇന്നസെൻ്റ് പരിഹാസം, ഇദ്ദേഹത്തിൻ്റെ ഈ തകർന്ന നിൽപ്പ് നമുക്ക് അന്ന് തമാശയാണ്, ഇന്ന് പലപ്പോഴും ആ സിനിമ കാണുമ്പോൾ തമാശയാണ്. പക്ഷേ അന്നത്തെ ജീവിത യാഥാർത്ഥ്യം അതായിരുന്നു. തൊഴിലില്ലാതെ തൊഴിൽ തേടി അടഞ്ഞ 10,000-കണക്കിന് മലയാളി ചെറുപ്പക്കാരുടെ ജീവിതത്തെ പ്രതിഫലിപ്പിച്ച രംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കിയ ഒരുപാട് സിനിമകൾ ഈ വടക്ക് നോക്കിയ കേന്ദ്രത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരുതരം ഒരു ആത്മപരിഹാസമാണ്. ഈ കോംപ്ലക്സ് ഉള്ള മനുഷ്യന്മാരെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യാണ് സിനിമയിലെ കഥാപാത്രത്തിൽ. തലയണ മന്ത്രത്തിലേക്ക് വന്നാൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ കുടുംബം, അതിനകത്തെ സങ്കീർണതകൾ, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിനകത്തെ ഉർവശിയുടെയൊക്കെ പെർഫോമൻസ് വെച്ചാൽ എക്കാലത്തെയും എപ്പിക് പെർഫോമൻസാണ്. അത് അദ്ദേഹം വെച്ചാൽ നമ്മുടെ സാമൂഹിക കുടുംബ സങ്കീർണതകളെ ഒരു വശത്ത് കൊണ്ടുവരുന്നു. ഒപ്പം മനുഷ്യർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ഈഗോകളെ, കോംപ്ലക്സുകളെ, ഇൻഫീരിയോറിറ്റി പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നു. ഒപ്പം സാമൂഹ്യ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നു. അതിൻ്റെ കൂടെ കക്ഷി രാഷ്ട്രീയത്തിലെ സംഘർഷങ്ങളെയും വൈരാഗ്യ ബുദ്ധികളെയും ഒക്കെയും എടുത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇവയെല്ലാം സംയോജിപ്പിക്കാൻ കഴിഞ്ഞു. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുതിയ പുതിയ സങ്കേതങ്ങളും സാധ്യതകളും കൊണ്ടുവന്നു. സങ്കേതങ്ങളല്ല, പ്രതലങ്ങൾ കൊണ്ടുവന്നു. അതിനകത്തെല്ലാം ഒരു ശ്രീനിവാസൻ ടച്ച് എല്ലാത്തിലും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. ശ്രീനിവാസൻ്റെ സിനിമകളും നമുക്കറിയാം. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യാപ്തിയും ആഴവും. ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയിക്കും, ഇപ്പം ഇന്നിപ്പോൾ ഒരു സിനിമ ഇറങ്ങി, ഒരു ഹിറ്റ് സിനിമ ഇറങ്ങി, ആ സിനിമ എഴുതിയ ആൾ പിന്നെ ഈ വർഷം സിനിമ എഴുതുന്നില്ല, അടുത്ത വർഷം പോലും അയാളുടെ സിനിമ ഉണ്ടാവുന്നില്ല, പിന്നെ 2-3 വർഷം കഴിഞ്ഞ് അയാളുടെ സിനിമ വരിക. അയാൾ അത്രയും കാലം ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ ശ്രീനിവാസൻ്റെ കാലം എടുത്ത് നോക്കുക, അദ്ദേഹം 80കളുടെ ഒരു അവസാനത്തിലൊക്കെ ശ്രീനിവാസൻ ഒരു വർഷം 6, 7, 8 സിനിമകൾ എഴുതി. എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. സൂപ്പർ ഹിറ്റ് ഇപ്പം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമ എഴുതുന്നു, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമ എഴുതുന്നു. അങ്ങനെ ആ സമയത്ത് മാത്രം എഴുതിയ സിനിമകളുണ്ട്. ഒറ്റ വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ടൊക്കെ പൂർത്തിയാക്കി 8-9 സിനിമകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പർ ഹിറ്റിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതിലെല്ലാം കയറി അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയെല്ലാം എഴുതിയിട്ട് അദ്ദേഹം ക്യാമറയോടെ പറയാൻ നിൽക്കുകയല്ല. ഇതിലെല്ലാം രസകരമായ ഇമ്പോർട്ടൻ്റ് ആയ വേഷങ്ങൾ, അതിന് എത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നുള്ളതല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വേഷങ്ങൾ, മാർക്ക് ചെയ്യപ്പെടുന്ന വേഷങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു, സിനിമ എഴുതുകയും ചെയ്യുന്നു. പലപ്പോഴും തിരക്കഥയില്ലാതെ സിനിമ സെറ്റിലിരുന്ന് എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഓർമ്മിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ആസ് ഒരു ടാലൻറ്റഡ് സിനിമ, ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ സിനിമകളൊന്നും മോശം സിനിമയല്ല. അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ എന്താണ് കോൺട്രിബ്യൂഷൻ എന്താണ് മലയാള സിനിമയ്ക്ക് ചോദിക്കുമ്പോൾ അദ്ദേഹം കൈരളിയുടെ മറ്റൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്, ഞാൻ ചെയ്യാതെ വിട്ട 100 കണക്കിന് സിനിമകളാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. ഞാൻ ചെയ്തിരുന്നേ അത് വളിപ്പായിപ്പോയി, അത് ഞാൻ ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരുപാട് സിനിമ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകൾക്കും ശ്രീനിവാസൻ ടച്ചും അതിൻ്റേതായ ഒരു മിനിമം ക്വാളിറ്റിയോ ഉണ്ടായിരുന്നു. എല്ലാം ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കുശാഗ്ര ബുദ്ധിയും ശ്രദ്ധിക്കേണ്ടതാണ്. അന്നുള്ളതെല്ലാം താരങ്ങളാണ്. താരങ്ങൾ ഈ പറയുന്ന ആകാര എന്താ നമ്മൾ പറയുന്നത്, അന്നത്തെ താരങ്ങൾക്ക് വേണ്ടതൊക്കെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മുകേഷിനൊക്കെ പോലെ ഉണ്ട്. അദ്ദേഹത്തിന് അതില്ല. അതില്ലാതിരിക്കുമ്പോൾ എങ്ങനെ മലയാളി പ്രേക്ഷകൻ്റെ മനസ്സിൽ ഇടം പിടിക്കാം എന്ന് അദ്ദേഹം വളരെ തന്ത്രപരമായി ആലോചിച്ചു. അപ്പോൾ അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ നോക്കുമ്പോൾ അവർക്കാണ് പ്രധാനപ്പെട്ട വേഷം. ഗോളാന്തര വാർത്ത എഴുതിയിരിക്കുന്നു, കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ മമ്മൂട്ടി നോക്കുമ്പോൾ മമ്മൂട്ടിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം. അതിലുള്ളത് മരുത് എന്ന് പറയുന്ന മരുതല്ല, അതിനകത്തുള്ളത് ഈ കാരക്കൂട്ടിൽ ദാസൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ടയുടെ റോളാണ്. ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത പാരമ്പര്യം ഏതെങ്കിലും പഞ്ചായത്തിനുണ്ടോ എന്ന് ശങ്കരാടി ചോദിക്കുന്നത്. സ്വയം പരിഹസിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഗോളാന്തര വാർത്തയിൽ നമ്മുടെ ഏറ്റവും വലിയ മെമ്മറി എന്താണ്? ഉടുമ്പിനെ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് വാഴക്കൊല വെട്ടിയെടുത്ത് ദാസനത് കൊണ്ടുപോവാണ്, തടയാൻ ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. അല്ലെങ്കിൽ ഉടുമ്പിനെ ചുട്ടുകൊല്ലുന്ന കഥ പറയുന്ന, നന്നാക്കി എടുത്തതിന് ശേഷം പഞ്ചായത്ത് യോഗം കൂടുന്ന. ഇപ്പോഴും ആ സിനിമയിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിനേക്കാൾ നമ്മുടെ മനസ്സിലുള്ള സംഗതി കാരക്കൂട്ടിൽ ദാസനാണ്. അല്ലെങ്കിൽ മറവത്തൂർ കനവെന്ന സിനിമ അദ്ദേഹം എഴുതി, മമ്മൂട്ടിയാണ് നായകൻ. അതിൽ അദ്ദേഹം മരുത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഈ നെടുമുടി വേണുവിൻ്റെ ആശ്രിതനാണ്. മാമാ എൻ കുണ്ടിയിൽ ഗുണ്ടിരിക്ക എന്ന് പറഞ്ഞ് കരയുന്ന രംഗമുണ്ട്. അത് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷമായിട്ട് മാറി. പ്രിയദർശൻ്റെ അപ്പക്കാള എന്ന് പറഞ്ഞ കഥാപാത്രം സിനിമയിലെ തേന്മാൻ കുമ്പത്തിലെ കഥാപാത്രം. ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയാൽ അദ്ദേഹം ഏത് സംഗതി ചെയ്താൽ
അത് എവിടെ ക്ലിക്കാകുമെന്നും എവിടെ സ്റ്റാർ ആകാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇവരെല്ലാം ഔട്ട്ഷൈൻ ചെയ്യുന്ന തരത്തിൽ ഇപ്പം യാത്രക്കാരുടെ ശ്രദ്ധിക്കെന്ന് പറയുന്ന ജയറാമിൻ്റെ സിനിമ, അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛൻ എന്നോട് മഹാദ്രോഹം ചെയ്തു, നല്ലത് മാത്രം പറയണം, അങ്ങനെ ഞാൻ കോടതി കയറ്റും എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ താരങ്ങളുടെ പ്രഭാലോകത്തിനിടയിലേക്ക് തനിക്ക് ഇടിച്ചു കയറാൻ കഴിയുക, അതിന് സ്പേസ് ഉണ്ടാക്കാൻ കഴിയുക? അങ്ങനെ കയറി കയറി അദ്ദേഹം പിന്നീട് നായകൻ പോലുമായി. പിന്നീടുള്ള സിനിമ ഒരുപാട് സിനിമ അദ്ദേഹം നായകനായല്ലോ. അപ്പോൾ ആ വഴി അദ്ദേഹം വെട്ടിയെടുത്തത് വളരെ വളരെ ബുദ്ധിപരമായിട്ടായിരുന്നു കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രീനിവാസൻ എങ്ങനെയാണ് മലയാള സിനിമയിൽ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വഴിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാത്രം കഴിയുമായിരുന്ന ചില സംഗതികൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമ യൂണിവേഴ്സ് എന്നത് സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ മോഹൻലാലിനെ സത്യനന്ദിക്കാടിനെയൊക്കെ സൃഷ്ടിക്കുന്നതിൽ അതിപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ. പ്രിയദർശനുമായിട്ട് അസോസിയേറ്റ് പോലും എല്ലാം ഉണ്ടായത് ഹിറ്റുകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഓർക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിമർശനമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു വലതുപക്ഷ യുക്തിയുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് എന്ന വിമർശനമുണ്ട്. ആ വിമർശനം സാധുവാണെന്നാണ് ഞാനും കരുതുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ പല ആൾക്കാരും പറഞ്ഞു ഇടതും വലതും ഭരിച്ചു മുടിച്ച കേരളം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു നരേറ്റീവിന് അന്നേ തുടക്കം കുറിച്ചിട്ടുണ്ട് അദ്ദേഹം. സന്ദേശം സിനിമ എടുക്കും. ഇവർ ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിയുമ്പോൾ ചില പാർട്ടിക്കാർ പറയല്ലോ നമ്മൾ ഈ രാഷ്ട്രീയം അനുസരിച്ച് കാര്യമില്ല, നമുക്ക് പണിക്ക് പോയാൽ നമുക്ക് കൊള്ളാം. ആ സാധനം പുള്ളി അന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയം കൊണ്ട് ഒരു കാര്യമില്ല, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഈ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പണിക്ക് പോയാൽ, നമ്മൾ വക്കീൽ പണിക്ക് പോയാൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ നമുക്ക് കൊള്ളാം എന്ന സംഗതി സൃഷ്ടിക്കാൻ അന്നേ ശ്രമിച്ചിട്ടുണ്ട്. മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ആഴത്തിലേക്കൊന്നും ഒരു ഘട്ടത്തിലും ശ്രീനിവാസൻ സഞ്ചരിച്ചിരുന്നില്ല. അദ്ദേഹം അതിൻ്റെ ഒരു ഉപരിപ്ലവമായിട്ടുള്ള വാർത്താ കാഴ്ചകളെ മാത്രം കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് സാധുവാണ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിക്കാൻ പറഞ്ഞില്ല, അതായത് വാജ്പേയി ഇവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് പ്രധാനമന്ത്രി ആയിരിക്കും വരുമ്പോൾ മലയാളത്തിൽ ഇറങ്ങിയ ഒരു പോപ്പുലർ സിനിമയുണ്ട് വരവേൽപ്പ്. അതിലൊരു ഇൻവെസ്റ്ററായിട്ട് വരുന്ന ഒരു പ്രവാസി എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ആ കാഴ്ചപ്പാടും ആ സമീപനവും കേരളം മാറ്റേണ്ടതുണ്ടെന്നൊക്കെ അന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അന്നും ശ്രീനിവാസൻ വിമർശിക്കപ്പെട്ടു, കേരളത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞു. ആ വലതുപക്ഷ യുക്തികൾക്ക് സാധൂകരണം ഉണ്ടാക്കുന്ന സിനിമകൾ ഉണ്ടാക്കി എന്ന വിമർശനം ഉള്ളപ്പോഴും ഈ മലയാളി പൊതുബോധത്തിനകത്ത് നിൽക്കുന്നതും മലയാളി സൊസൈറ്റിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള സംഗതികളെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മലയാളി കുടുംബത്തിനകത്ത് നിൽക്കുന്ന സംഗതികളെ അദ്ദേഹം കൊണ്ടുവന്നു, ഫെമിനിസ്റ്റ് ആശയങ്ങളെ അങ്ങ് കൊണ്ടുവന്നു. ആ നിലയ്ക്കെല്ലാം പരന്ന് ഒഴുകിയ ഒരു മനുഷ്യൻ നിലയ്ക്ക് അദ്ദേഹം നിശ്ചയമായിട്ടും ഓർക്കപ്പെടണം. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് മോശം ശീലങ്ങൾ അദ്ദേഹത്തെ അപകടത്തിൽപ്പെടുത്തി എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചെയിൻ സ്മോക്കറാണ്, പാക്കറ്റ് സിഗരറ്റാണ് ദിവസം വലിച്ചുകൊണ്ടേയിരുന്നത്. ചില സമയത്ത് വിചാരിക്കുന്നത് പോലെ എഴുതാൻ കഴിയാതെ വരുമ്പോൾ വല്ലാത്തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഉണ്ടാവും. അപ്പോൾ പിന്നെ ആകെ ആശ്രയിക്കാനുള്ളത് ഈ അടിമപ്പെട്ടു പോയ ശീലമാണ്. സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അത് ശീലം കൂടിയിട്ടാണ് ഒരിക്കൽ ലാൽ സ്റ്റുഡിയോയിൽ മറ്റേ വെച്ചിട്ട് ആദ്യത്തെ പ്രശ്നം ഉണ്ടാവുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബോധം വരിപ്പിച്ചത്. അപ്പോൾ ആ ശീലം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം മലയാളത്തിലെ പല വലിയ അനുഗ്രഹീത കലാകാരന്മാരും ഇത്തരം അഡിക്ഷൻസിൻ്റെ പേരിൽ പ്രശ്നം നേരിട്ട ആൾക്കാരാണ്. അപ്പോൾ അതൊരു സങ്കടകരമാണ്, നിർഭാഗ്യകരമാണ്. ശ്രീനിവാസൻ നമ്മളിങ്ങനെ വിശകലനം ചെയ്യണം. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ രാവിലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ശ്രീനിവാസൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗിനെ കുറിച്ച് ഒരു കാർഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ എന്തെല്ലാമാണ് അതിന് കമൻറ്റ് ചെയ്യുന്നത്. അത്രയും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ നമ്മുടെ ഭാഷ, നമ്മുടെ ഡെയിലി പ്രയോഗങ്ങൾ, നമ്മുടെ ഡിക്ഷണറിയിൽ തന്നെ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്. ആ നിലയ്ക്ക് എക്കാലവും ഉറപ്പായും ശ്രീനിവാസൻ അനുസ്മരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യും. നൗസർ, എനിക്ക് മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പഴയൊരു സിനിമ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഫ്രെയിമിലെ മോഹൻലാൽ അല്ലാതെ വേറെ ആരുമില്ല. കൊച്ചിൻ ഹനീഫ, നെടുമുടി വേണു, ഇന്നസെൻ്റ്, കുതിരവട്ടം പപ്പു, അങ്ങനെ ആരും തന്നെ ഇല്ല. അങ്ങനെ ആ ലിസ്റ്റിലേക്ക് ആ ഫ്രെയിമിൽ നിന്ന് ഒരാൾ കൂടി പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ശ്രീനിവാസൻ്റെ ആ വേഷങ്ങളിലൂടെ തന്നെയായിരിക്കും നമ്മൾ ഏവരും ഓർക്കുക, അല്ലേ? തീർച്ചയായും. അതിപ്പോൾ നിഷാദ് ഇങ്ങനെ പറയുമ്പോൾ നമ്മളുണ്ടല്ലോ ഒരു കലിഡോസ്കോപ്പിക് വ്യൂ, ഇങ്ങനെ ഓരോ സിനിമകളുടെ ഇങ്ങനെ വന്ന് മറയുകയാണ്. നോക്കൂ, ശ്രീനിവാസനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഈ എപ്പിസോഡ് നമുക്ക് മതിയാവില്ല. പിന്നെ നിനക്ക് അടുത്ത ബുള്ളറ്റും വായിക്കാനുള്ളതാണ്. എന്താണ് ശ്രീനിവാസന് സവിശേഷമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾ, അയാൾ ആ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുമ്പോൾ ആ സെറ്റിലൊന്ന് പോവുക എന്നുള്ളത്. അതെങ്ങനെയാണ് ഇപ്പോഴും എനിക്ക് പിടികിട്ടാത്തൊരു സംഗതിയാണത്. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ടെലിവിഷൻ ഷോ ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രൊഡ്യൂസറെ ആശ്രയിക്കുന്നുണ്ട്, അല്ലേ? ടെലിവിഷനിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സിനിമയിൽ ഡയറക്ടറാണ്, ഒരു ടേമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ കഥ എഴുതുന്നു, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്നു, അദ്ദേഹം തന്നെ മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്നു. അതെങ്ങനെയാണ്, അത് പ്രാക്ടിക്കൽ എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളത് അറിയുക, നേരിട്ട് അറിയുക എന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഈ ചിന്താവിഷ്ട ശ്യാമള, പിന്നെ അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത് എഴുതിയ മറ്റേ കോയമ്പത്തൂർക്ക് പോകുന്ന വടക്ക് നോക്കിയ യന്ത്രം
കാണുമ്പോൾ ഞാൻ അതാണ് ആലോചിക്കുക. ഇതിപ്പം അദ്ദേഹം ഡയറക്ടർ കൂടിയാണല്ലോ, അതെങ്ങനെയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാകുക? അദ്ദേഹം കൊടുത്ത കമാൻഡ് എന്തായിരിക്കും, ക്രൂവിന് കൊടുത്തുള്ള നിർദ്ദേശങ്ങൾ എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ജീനിയസാണ്. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീ റോള് റൈറ്റർ, ഡയറക്ടർ, അഭിനേതാവ്, പ്രൊഡ്യൂസറായിരുന്നു, നിർമ്മാതാവുമായിരുന്നു. അങ്ങനെ ഈ ഇൻഡസ്ട്രിയുടെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളിലും നിന്ന് അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ള ഒരു ജീനിയസ്. അതാണ് എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ ചുരുക്കി പറയാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. പിന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ താരം എന്നുള്ള നിലക്കുള്ള കാര്യം, നമുക്ക് അദ്ദേഹം ഇപ്പോൾ ഒരു ആൻറ്റി ഹീറോ ആയിട്ടാണ് നിൽക്കുന്നത്. നായക വേഷത്തിൽ വരുമ്പോഴും ആൻറ്റി ഹീറോ ആണ്. ഒരു താരശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൂട്ടുകളൊന്നും, അതിൻ്റെ രുചിക്കൂട്ടുകളുണ്ട്, അതിൻ്റെ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത ആളാണ്. ഇദ്ദേഹത്തെ ചവിട്ടി മതിച്ചാണ് നിൽക്കുന്നത്. അതെ എപ്പോഴും ഒരു ആൻറ്റി ഹീറോ ആയി നിന്നുകൊണ്ട് ഹീറോ ആയി നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു നായക സങ്കല്പത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു നായകൻ ആവശ്യമായിട്ടുള്ള സാമാന്യ ധാരണയിൽ ആവശ്യമായിട്ടുള്ള കൂട്ടുകളില്ലാതെ ആ സ്ഥാനത്തേക്ക് കയറി വന്ന മലയാളത്തിലെ ഗംഭീരമാരായുള്ള 2 പേരായിട്ട് ഞാൻ കാണും, ശ്രീനിവാസനെയും ഫഹദ് ഫാസിലിനെയാണ്. ഈ പറയുന്ന ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അങ്ങോട്ട് കയറി നിൽക്കുകയാണ്, എന്നിട്ട് അവർ പെർഫോം ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഇദ്ദേഹത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ടുകൾ വളരെ വളരെ അപൂർവമാണ്. നമ്മളീ പറയുന്ന നായക കേന്ദ്രീകൃതമായിട്ടുള്ള ഹീറോ സെൻട്രിക്കുള്ള ഫിലിമിലുള്ള ബൂട്ടിൽ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഷോട്ടും ഇല്ല. വൈഡ് ഷോട്ടുകളുടെ അതിൻ്റെ ധാരാളത്തിൽ നമുക്ക് ഈ സിനിമകളിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നായക നിർമ്മിതി എന്ന് പറയുന്നത് അതാണ്. അതെന്താണ്? അത് ഈ 80കളിലെ മലയാളി പുരുഷൻ അല്ലെ മലയാളി യുവാവാണ്. എന്താണ് അപകർഷത പേറുന്ന, പരാജിതനായിക്കൊണ്ടിരിക്കുന്ന, കുറവുകൾ വഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന, എവിടെയും എത്താതെ പോകുന്ന 80കളിലെ സാമാന്യ മലയാളിയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. എനിക്ക് തോന്നുന്നു 90കൾക്ക് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ലിബറലൈസേഷന് ശേഷം അങ്ങനെ ഒരു സിനിമ സാധ്യമാവില്ല. വേറെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ മലയാളി മാറിയിട്ടുണ്ട്, അതിന് മാറിയിട്ടുണ്ട്. ഗൾഫ് പ്രവാസത്തിൻ്റെ ഒരു വലിയ പുഷ്കല കാലം വരുന്നുണ്ട്. ഈ പറയുന്ന മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള നയങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള ഈ പുതിയ സാമ്പത്തിക സ്ഥിതികൾ. അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പത്തെ മലയാളി യുവാവിൻ്റെ, പ്രത്യേകിച്ച് അഭ്യസ്തവിധനായ മലയാളി യുവാവിൻ്റെ സംഘർഷങ്ങളാണ്. അതിനെ വളരെ എളുപ്പം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ഈ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് ഇത്രയും വിജയമാണ്. അല്ലാതെ അതിൽ സിനിമയുടെ മറ്റ് സൗന്ദര്യ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ നായകൻ്റെ ഇതൊന്നുമല്ല. അതിനകത്ത് ഉള്ള പരാജയപ്പെടുമ്പോഴും പിന്നോട്ട് പോകുമ്പോഴും ഒന്നും നേടാതിരിക്കുമ്പോഴും അതിനെ ഒരു ഹ്യൂമർ സെൻസിൽ കാണാനുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ ആ നിലയ്ക്ക് തന്നെ നമുക്ക് കാണാം. ആ ഒരു സംഗതിയാണ് അതിനകത്ത്. അത് ആളുകൾക്ക് ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രയാസം ജോലിയില്ലാതാകുമ്പോഴും ശ്രീനിവാസൻ്റെ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അതാണ് അതിനെ വിജയിപ്പിച്ചതെന്നാൽ എവർ ഗ്രീനായിട്ട് നിൽക്കുകയല്ലേ. ഇപ്പോഴും നോക്കൂ, ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫീഡിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എന്തായിരിക്കും? ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ഫീഡിൽ ഏറ്റവും കൂടുതൽ വന്നതായിരിക്കും ഇത് ഉത്തമനും പിന്നെ പ്രഭാകരനും കോട്ടപ്പള്ളിയും ശങ്കരാടിയൊക്കെ തന്നെ. നമ്മൾ ജനങ്ങൾക്ക് എന്തെല്ലാം കൊടുത്തു. ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് LDF എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് എഴുതുന്ന ലെഫ്റ്റ് ഹാൻഡിലുകൾ അവസാനം എഴുതുന്ന വാചകം എന്താ അറിയോ? എന്നെ ഉത്തമനാക്കല്ലേ എന്നാണ് പറയുക. അപ്പം അത് എന്തോ ഒരു പ്രൊഫസി ഉണ്ട് പുള്ളിയുടെ ഫിലിമുകളിൽ. നിഷാദ് പറഞ്ഞ പോലെ കുറച്ച് കാലം കൂടെ ശ്രീനിവാസൻ നമ്മോടൊപ്പം ഉണ്ടാകണമായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന സമയമാണ്. പക്ഷേ അത് നമ്മുടെ ആഗ്രഹം പോലെ നടക്കില്ല. മലയാള സിനിമയിലെ ഒരു വലിയ സാന്നിധ്യമായിട്ട് ഒരു ജീനിയസ് ആയിട്ട് നിശ്ചയമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തും. യെസ്, അതാണ് ശ്രീനിവാസൻ വിടവാങ്ങിയെങ്കിലും മലയാള സിനിമയുടെ ആ ഫ്രെയിമിൽ നിന്ന് ഒരിക്കലും ശ്രീനിവാസൻ മാഞ്ഞു പോകില്ല. അദ്ദേഹം ചെയ്ത സിനിമകൾ, അദ്ദേഹം നമുക്ക് നൽകിയ കഥാപാത്രങ്ങൾ, അതിലൂടെ അദ്ദേഹം എന്നെന്നും ജീവിച്ചിരിക്കും.